ആവട്ടെ. നമ്മളൊരു സുഹൃത്തുമായതിന് അദ്ദേഹത്തിന് ഇപ്പൊ കാലില്ലല്ലോ. ഇനി അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിൽ എങ്ങനെ കൊണ്ടുവരാ? കാലില്ലാതെയാണോ? അതോ കാലുള്ള അദ്ദേഹത്തിന് പ്രസവിപ്പിച്ച നേരത്തുണ്ടല്ലോ, കൊടുത്തിരുന്നല്ലോ, ആ കാലോടുകൂടെയാണോ? ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? അപ്പൊ ഇടക്കാലത്ത് വെച്ച് പോകുന്ന അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കുമോ? ഇല്ലേ? തിരിച്ചു കൊടുക്കുമെങ്കിൽ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ഈ ആളെ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കും? മരിച്ച ആ അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ മരിച്ച സമയത്തുള്ള തടിയല്ലേ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? അതാണെങ്കിൽ നുരുമ്പി നശിച്ചിട്ടുണ്ടാവുമല്ലോ. ഇത്തരം പ്രശ്നങ്ങളും ഉയർത്തെഴുന്നേൽപ്പ് സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളും ഒക്കെ ദൂരീകരിക്കുന്ന രീതിയിൽ അടിസ്ഥാന കണമായിട്ട് അല്ലാഹു തആല നമുക്ക് ജന്മം നൽകുമ്പോൾ, നമ്മെ സൃഷ്ടിക്കുമ്പോൾ ആ സൃഷ്ടിപ്പ് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നും അത് തുടങ്ങി അവസാനിപ്പിക്കുന്നത് എവിടെ വന്നാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായി, നമ്മളൊരാളെ ഉമ്മയുടെ ഉദരത്തിൽ വെച്ചുകൊണ്ട് രൂപപ്പെടുത്തുന്ന സമയത്ത് നമ്മളെ സൃഷ്ടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോരുത്തൻ്റെയും ശരീരത്തിലെ ഒരു ചെറിയ ബിന്ദുവിൽ നിന്നാണ്, ഒരടിസ്ഥാന കണത്തിൽ നിന്നാണ്. ആ അടിസ്ഥാന കണമാണ് ഇവിടുത്തെ വാൽക്കുറ്റി. അത് കുരങ്ങന്റെ വാല് മുറിഞ്ഞാന്നൊന്നും പഠിക്കണ്ട. ഇത് വാൽക്കുറ്റി. ഈ വാൽക്കുറ്റി ഇല്ലാത്ത ജീവില്ലല്ലോ. ഈ വാൽക്കുറ്റിയുടെ അടിസ്ഥാന കണത്തിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതെങ്കിൽ നമ്മുടെ അടിസ്ഥാനം വാൽക്കുറ്റിയാ. ഈ വാൽക്കുറ്റി ഇനിയും അവശേഷിക്കും, അത് നശിക്കൂല. നശിക്കാത്ത അതിൽ നിന്നാണ് ഇനി നമുക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുക. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഹയാത്താക്കുന്നു, ബയസ് ചെയ്യുന്നു, നമ്മളെ അടിസ്ഥാന കണത്തിൽ നിന്നാണ്. ഇതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ വസ്തുക്കൾക്കും അടിസ്ഥാന കണമുണ്ട്. ഓരോ വർഗത്തിനുള്ള അടിസ്ഥാന കണം ശാസ്ത്രം സമ്മതിക്കുന്നുണ്ട്. ഉദാഹരണമായി, ആദ്യം പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന തെങ്ങ്, ആ തെങ്ങ് എവിടെ നിന്നാണ് എന്ന് ശാസ്ത്രത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. ശേഷമുണ്ടാകുന്ന തെങ്ങുകളെല്ലാം അത്തെങ്ങിൽ നിന്നുണ്ടാകുന്ന തേങ്ങയിൽ നിന്ന് മുളച്ചിട്ടുള്ള തെങ്ങും തേങ്ങകളിൽ നിന്നാണ്. ഇങ്ങനെയാണല്ലോ സൃഷ്ടിപ്പിന്റെ രീതി. ആദ്യം ലോകത്തുണ്ടായ മൂച്ചി അല്ലെങ്കിൽ മാങ്ങ, അതെങ്ങനെ ഉണ്ടായി എന്ന് ശാസ്ത്രത്തിന് മറുപടി പറയാൻ കഴിയില്ല. ആ മാങ്ങയിൽ നിന്നുണ്ടായ മൂച്ചിയിൽ നിന്നുണ്ടാകുന്നതാണ് പിന്നീട് മൂച്ചി മരങ്ങളായി വന്ന എല്ലാ മൂച്ചികളും. ഇവിടെ ശാസ്ത്രത്തിന് വിവരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ശാസ്ത്രത്തിന് വിവരിക്കാൻ കഴിയാത്ത ഒരടിസ്ഥാന കണമില്ലേ? ഈ അടിസ്ഥാന കണം പ്രപഞ്ചത്തിലെ സകലമാന വർഗങ്ങൾക്കുമുണ്ടെങ്കിൽ മനുഷ്യവർഗത്തിനും അതുണ്ട്. ആ മനുഷ്യവർഗത്തിന്റെ അടിസ്ഥാന ബിന്ദുവാണ് ആദം അലൈഹിസ്സലാം. അത് കളിമണ്ണിൽ നിന്നാണ് നാം സൃഷ്ടിച്ചതെന്ന് അള്ള പറഞ്ഞപ്പോ മതം വിശ്വസിക്കുന്ന, ദീൻ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല. ആദം നബിനെ അള്ള മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അതിൽ നിന്ന് പിന്നെ ഇങ്ങനെ ബീജങ്ങൾ വൈക്കായിട്ട് നമ്മളൊക്കെ ഉണ്ടായി. പക്ഷെ ഈ ബീജങ്ങളിൽ ആദം നബിയെ സൃഷ്ടിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തന്റെ ബീജം ഉണ്ടല്ലോ. ഇത് സമ്മതിക്കണ്ടേ? ദുഹാബിക്കും സമ്മതിക്കാതിരിക്കാൻ പറ്റൂല. ആദ്യമുണ്ടാകുന്ന തെങ്ങിൽ പിന്നീട് അതിൽ നിന്നുണ്ടാകുന്ന മുഴുവൻ തെങ്ങുകളുടെയും അടിസ്ഥാന കണമുണ്ടല്ലോ. ഇല്ലാതിരിക്കാൻ പറ്റൂല, ഇല്ലാതിരിക്കാൻ കഴിയില്ല ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോ. അപ്പൊ ശാസ്ത്രീയമായി തന്നെ ചിന്തിക്കുമ്പോ അടിസ്ഥാന കണം ഏത് വർഗത്തിനും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് മൊത്തമായിട്ടും ഒരടിസ്ഥാന കണം വേണമല്ലോ. ആ അടിസ്ഥാന കണമാകുന്നു അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ നബിതങ്ങളെ അള്ളാഹു തആല ആമിന ബീവിയുടെ ഉദരത്തിൽ വെച്ച് രൂപപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ ഉണ്ടായിത്തീരുന്ന ബീജം, ആ ബീജത്തിന്റെ അടിസ്ഥാനപരമായ കണം ഏതാണോ ആ കണമാണ് ഹഖീഖത്തു മുഹമ്മദിയ്യ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരത്തിന്റെ പരമസത്ത, ആരംഭ നബിയുടെ തിരുശരീരത്തിന്റെ പരമസത്ത. അങ്ങനെ മനസ്സിലാക്കാൻ പരിഭാഷക്ക് ചെയ്താൽ ഉൾക്കൊള്ളൂലേ? ഭാഷയ്ക്ക് നമ്മൾ മറ്റൊരു ഭാഷ പറയുമ്പോൾ പരിമിതികൾ ധാരാളം ഉണ്ടാവും. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ പരമസത്തയായിട്ടുള്ള ആ ബിന്ദുവിനാണ് ഒളിവ് എന്ന് പറയുന്നത്. അതിന് വല്ല ബേജാറാണ്ട. ആരംഭ നബിന്റെ ഒളിവ് സൃഷ്ടിക്കാതെ അർശ് സൃഷ്ടിച്ചു പറഞ്ഞാൽ പറ്റൂല. അർശിന്റെ മുമ്പ് ആരംഭ നബിയുടെ ഒളിവുണ്ട്. അർശും ലൗഹും അടക്കമുള്ളതൊക്കെ നബിയുടെ ഒളിവിന്റെ ഭാഗം ഭാഗിച്ചിട്ടുണ്ടായതാണെന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലുണ്ട്. ഇത് ഞാൻ അല്പം ചിന്തിക്കാൻ വേണ്ടി ഒരു ലേശം ഭാഗം പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം വിഷയം ഇവിടെ അവസാനിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വളരെ വ്യക്തമായ സനദോടുകൂടെ, വളരെ കൂടുതൽ ആളൊന്നും ഉണ്ടാവില്ല. ജാബിർ റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയിൽ നിന്ന് ഒരു 2 ആൾ കഴിഞ്ഞാൽ മഹാനായ ഹാഫിദ് അബ്ദുർ റസാഖ് എന്നവർക്ക് ഹദീസ് കിട്ടും. ഇങ്ങനത്തെ ഹദീസ് ബുഖാരിയിൽ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. ഒരു സ്വഹാബിയിൽ നിന്ന് 2 ആൾ കഴിഞ്ഞാൽ ഹാഫിദ് അബ്ദുർ റസാഖ് എന്നവർക്ക് ഹദീസ് കിട്ടി.
പിന്നെ മോശപ്പെട്ട ആൾ അവിടെ ഉണ്ടാവില്ല. ഹാഫിൾ അബ്ദുർ റസാഖ് എന്നവർ ശരിയായ സനദ് സഹിതം തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തിയ ഹദീസ്, ലക്ഷക്കണക്കിന് ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അവ്വലുമാ ഖലഖല്ലാഹ്, അള്ളാഹു പദാർത്ഥ സംബന്ധിയായി സൃഷ്ടിച്ചിട്ടുള്ള വസ്തുക്കളിൽ വെച്ച് ആദ്യത്തെ ബിന്ദു നൂരി. ഒരു റിപ്പോർട്ടിൽ നൂറു നബിയിക, നിന്റെ നബിയുടെ ഒളിവാകുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ നബിന്റെ ഒളിവാകുന്നു ആദ്യത്തെ സൃഷ്ടി എന്ന് ജാബിറിനെ തൊട്ടുദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ, വ്യക്തമായ ഹദീസിൽ മുസന്നഫ് അബ്ദുർ റസാഖിൽ ഉണ്ടാകുമ്പോ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ, അതിൽ നൂറിനെയാണ് ലോക സൃഷ്ടിക്ക് മുൻപ് അള്ളാഹു ആദ്യം പടച്ചത് എന്നതിന് ഇനി തെളിവ് വേണ്ട. അതിന് മുഹമ്മദ് എന്ന് പേര് വെച്ചിരിക്കുന്നു എന്ന് കേൾക്കണമെങ്കിൽ അർശനെ പടക്കുന്ന ഹദീസ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അർശനെ പടക്കുന്ന ഹദീസ് വായിച്ചാൽ ആ അർശനെ സൃഷ്ടിച്ചപ്പോൾ അർശ് ഇളകിയതും അർശ് വിറച്ചതും പ്രകമ്പനം കൊണ്ട് അർശിനെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം എഴുതിയപ്പോഴാണ് അർശിന്റെ പ്രളയവും അർശിന്റെ വിറയലും നിന്നതെന്നും അതിന്റെ തൂണിൽ മുഹമ്മദ് മുസ്തഫ എന്ന്, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യത്തോടൊപ്പം മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ഖവായിമുൽ അർശിൽ അർശിന്റെ തൂണിൽ എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂൽ വിവരിച്ചാൽ അർശനെ പടക്കുമ്പോ അർശിന്റെ തൂണിൽ മുഹമ്മദുർ റസൂലുള്ളാഹി എഴുതണമെങ്കിൽ മുഹമ്മദ് എന്ന നാമകരണം അള്ളാഹു സൃഷ്ടികളിൽ ആദ്യം പടക്കുന്ന ഒളിവിനിക്ക് നൽകണം. ആ നൽകിയ പേര് തന്നെയാണത്. അള്ളാന്റെ വിധിയിലല്ലെങ്കിലും ഉണ്ട്. എന്റെ പേര് നജീബാന്നുണ്ട് അള്ളാന്റെ വിധിയിൽ, അതില്ലാതെ പിന്നെ വരൂല. എന്നാ തന്നെ മതി. ഇത് പേര് വെച്ചു എന്ന് തന്നെ തിരിയാ. അള്ള പേര് വെച്ചു എന്നല്ലേ? അള്ള പേര് വെച്ചതിനനുസരിച്ചല്ലാതെ ഇവിടെ ലോകത്ത് പേര് വരില്ല. പേരെന്ന് മാത്രമല്ല, ഇവിടെ ഒരു ഇല ഒഴിയൂല. അള്ളാഹുവിന്റെ കാലയെ കൂട്ടിയുള്ള അറിവും തീരുമാനവും അനുസരിച്ചല്ലാതെ ഇവിടെ ഒരു ഇല ഒഴിയുകയില്ല. ഖുർആൻ പറയുന്നതല്ലേ. അപ്പൊ എന്തിരിക്കെ പിന്നെ അള്ളാന്റെ റസൂലിനിക്ക് അള്ളാഹു താല പേരച്ചു എന്നറിയുന്നതിൽ അല്പം ചിന്തിക്കുന്നവൻ ചിന്തിക്കന്നെ വേണ്ട. ഇത് വസ്തുതാപരമായി തന്നെ ശരിയായ നിലക്ക് നാമകരണം ചെയ്തത് ആ നാമം എഴുതി വെച്ച ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. അതും ഹദീസുകളിലുണ്ട്. ഹാക്കിമും ബൈഹഖിയും മറ്റും നിവേദനം ചെയ്ത ഹദീസുകളിൽ അർശിന്റെ തൂണിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദ് അള്ളാഹുവിന്റെ തിരുദൂതരാകുന്നു എന്ന് ലിഖിതം ചെയ്തതുണ്ട്. അവിടം തൊട്ട് തുടങ്ങുന്നു വാഖറജഹു ഫീ ആഖിരി സമാനി കമാ ഖദ്ദറ വഅബ്ദാ. അതിലും കുഴപ്പമുണ്ടോന്നാവോ? അവസാന കാലത്താണ് അള്ളാഹു ആ നബിയെ വെളിക്ക് കൊണ്ടുവന്നത്. അള്ള പണ്ടേ തീരുമാനിച്ചതുപോലെ അള്ളാഹു തആല നബിയെ വെളിക്ക് കൊണ്ടുവന്നു. ആഖിർ സമാനിലെ നബിയാണെന്നേ അല്ലുഞ്ഞ തർക്കണ്ടോ? അള്ളാഹു ആലപ്പത് വരെ കേട്ടിട്ടില്ല. ആഖിർ സമാനിലെ ആഖിറുൽ അംബിയാ ത്വഹ റസൂലുള്ളാഹി. തർക്കിക്കാൻ പോപ്പ് അവിടെ ഉണ്ട്. കാരണം ദജ്ജാലിന്റെ ഒപ്പൊന്നും അല്ലല്ലോ, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപല്ലേ. അപ്പൊ അള്ളാന്റെ റസൂലിനെ അവസാനത്തെ നബിയാക്കി. വൽബസഹു ഖിൽഅത്തൽ ജമാലില്ലതി ലം യുൽബിസ്ഹാ അഹദാ. ആർക്കും ധരിപ്പിക്കാത്ത മുഞ്ചിന്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ആടയാഭരണങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ റസൂലിനിക്ക് ധരിപ്പിച്ചു. സാഹിത്യാലങ്കാരത്തിന്റെ ചമൽക്കാരമുള്ള സുന്ദരമായ വാക്കുകൾ. ഫൗലിദ ബിവജ്ഹിൻ അഖ്ജല ഖമറൻ വഫർഖദാ. നബിതങ്ങൾ ജനിക്കുമ്പോ കതിരോനെയും തിങ്കളിനെയും ഒക്കെ നാണിപ്പിക്കുന്ന വിധമുള്ള സുന്ദരമായ മുഖവുമായിട്ട് ആ നബിതങ്ങൾ പ്രസവിച്ചു. ഈ അലങ്കാര പ്രയോഗത്തിലും വല്ല തർക്കമുണ്ടോന്നാവോ? അള്ളാഹു ആലം, നമുക്കറിയില്ല. കതിരോൻ തിളങ്ങുമോ? അതുപോലെ നബി തിളങ്ങിയിട്ടില്ല എന്നൊക്കെ പറയായിരിക്കും. ഇവരാരും എപ്പോ ഏതായാലും ഒപ്പല്ലല്ലോ നബി ജനിക്കുമ്പോ. അതുകൊണ്ട് ആ വാക്കിന് അതർഹിക്കുന്ന വില നൽകിയാൽ മതി. അലങ്കാര പ്രയോഗപ്രകാരം ഇതൊക്കെ വളരെ സാധാരണമാണ്. ഇന്ന് നടക്കുന്ന നമ്മളെ കൊണ്ടും കൂടിയൊക്കെ പറയാം. അങ്ങനെ കതിരോനെ വെല്ലുന്ന തരത്തിലുള്ള ചൊങ്ക്, ചന്ദ്രനെ വെല്ലുന്ന തരത്തിലുള്ള മുഖം എന്നൊക്കെ ഇന്നും വർണ്ണിക്കാറുണ്ട്. വർണ്ണനയെങ്കിലും സ്വീകരിച്ചൂടെ? ആരംഭരപ്പിക്ക് ശരിയായ വെളിച്ചം തന്നെ ഉണ്ടായിരുന്നു, അത് കഥ മാറി. ഇനി വിഷയത്തിലേക്ക്. ആരോപണ വിഷയം അലാഹുവല്ലദീ തവസ്സല ബിഹി ആദം വഖ്തഖറ ബികൗനിഹി വാലിദാ വസ്തഗാസ ബിഹി നൂഹുൻ ഫനജാ മിനർ റദാ വകാന ഫീ സുൽബി ഇബ്രാഹീം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാരി ഫആദ വസാറ ലഹുബുഹാ മുഹമ്മദാ. ആദം നബി, അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാം, അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങിയിട്ടുള്ള അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള ഈ പ്രധാനപ്പെട്ട 2-3 പ്രവാചകന്മാർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്ത സംഭവമാണ് ഈ പറയുന്നത്.